നമസ്കാരം. അധികാരത്തിലേറിയ ശേഷമുള്ള ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവനകളും മറ്റും ലോകത്തെ അമ്പരപ്പിലേക്കും ആശങ്കയിലേക്കും തള്ളിവിട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രസിഡന്റ് പദവിയിലേറിയ അന്നു തന്നെ പുറപ്പെടുവിച്ച എക്സിക്യൂട്ടീവ് ഉത്തരവുകളിലൂടെ രണ്ടാം ഊഴത്തിൽ തന്റെ നയം എന്തായിരിക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. ഇപ്പോഴിതാ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായുള്ള കൂടിക്കാഴ്ചയിൽ ട്രംപ് അടുത്ത വെടി പൊട്ടിച്ചിരിക്കുകയാണ്. പാലസ്തീൻകാർ ഗൾഫിലേക്ക് പോകട്ടെ എന്നാണ് ട്രംപിന്റെ പരസ്യ ഭീഷണി. ഗാസയെ ഏറ്റെടുക്കാനും സ്വന്തമായി പുനരധിവസിപ്പിച്ച് രാജ്യാന്തര മേഖലയാക്കി മാറ്റാനും US ആഗ്രഹമുണ്ടെന്നും ട്രംപ് പറയുന്നു. എന്നാൽ ഗാസയിലെ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് രണ്ടാം ഘട്ട ചർച്ച ആരംഭിച്ചതിന് തൊട്ടു പിന്നാലെയാണ് സമാധാനകാംക്ഷികളെയെല്ലാം നിരാശപ്പെടുത്തുന്ന പ്രസ്താവന വന്നിരിക്കുന്നത്. കൂടാതെ പാലസ്തീൻ പൗരന്മാർ ഗാസയിൽ നിന്ന് ഈജിപ്തിലേക്കോ ജോർദാനിലേക്കോ പോകണമെന്ന തന്റെ മുൻ പ്രസ്താവനയെ ഒന്നുകൂടി ഉറപ്പിക്കാനും അദ്ദേഹം മറന്നിട്ടില്ല. അതേസമയം ട്രംപിന്റെ തീരുമാനം തീർച്ചയായും ചിന്തിക്കേണ്ടതാണെന്ന് കൂട്ടിച്ചേർത്ത് നെതന്യാഹുവും തന്റെ ആവേശം പ്രകടമാക്കിയിട്ടുണ്ട്. എന്നാൽ പ്രഖ്യാപനത്തിനെതിരെ പാലസ്തീനിൽ നിന്ന് മാത്രമല്ല അമേരിക്കയിൽ നിന്ന് തന്നെ പരസ്യ പ്രതിഷേധം രൂപപ്പെട്ടുവെന്നതാണ് ശ്രദ്ധേയം. ട്രംപിന്റെ തീരുമാനത്തെ എതിർക്കുന്നുവെന്ന് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. യുദ്ധാനന്തരം പാലസ്തീൻ ഭരണമാണ് അടിസ്ഥാന തത്വമെന്ന് ചൈന വിശ്വസിക്കുന്നതായി വിദേശകാര്യ വക്താവ് ലിൻ ജിയാൻ അറിയിച്ചു. കൂടാതെ ട്രംപിന്റെ പരാമർശങ്ങൾ അംഗീകരിക്കാനാവില്ലെന്ന് തുർക്കി വിദേശകാര്യമന്ത്രി ഹക്കൻ ഫിദാനും അറിയിച്ചിട്ടുണ്ട്. അതേസമയം ഗാസയിലുള്ള പാലസ്തീനികളെ നിർബന്ധപൂർവ്വം പുറത്താക്കി ഗാസയെ പുനർനിർമ്മിക്കരുതെന്നാണ് ഈജിപ്തിന്റെ പ്രതികരണം. എന്തായാലും പാലസ്തീനികളെ ഗാസയിൽ നിന്ന് പുറത്താക്കണമെന്ന ലക്ഷ്യമാണ് ട്രംപിന്റെ പുതിയ പ്രഖ്യാപനത്തിന് പിന്നിലെന്ന് വ്യക്തമാണ്. എന്നാൽ അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് സമയത്ത് പശ്ചിമേഷ്യയിൽ സമാധാനം കൊണ്ടുവരുമെന്നായിരുന്നു ട്രംപിന്റെ പ്രഖ്യാപനം. ഇതിനു പിന്നാലെ അധികാരത്തിലെത്തിയ ട്രംപ് ഇസ്രായേലും ഹമാസും തമ്മിലുള്ള വെടിനിർത്തൽ കരാറിനെ പിന്തുണയ്ക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഗാസയുടെ നിയന്ത്രണം അമേരിക്ക ഏറ്റെടുക്കണമെന്ന ട്രംപിന്റെ പുതിയ പ്രഖ്യാപനം പശ്ചിമേഷ്യയെ കൂടുതൽ സംഘർഷത്തിലേക്ക് തള്ളിവിടാനാണ് സാധ്യതയെന്നാണ് വിദഗ്ധർ പറയുന്നത്. കൂടാതെ ഗാസയിലെ ജനങ്ങളെ ജോർദാൻ, ഈജിപ്ത് ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഏറ്റെടുക്കണമെന്നാണ് ട്രംപിന്റെ നിർദ്ദേശം. എന്നാൽ ഇക്കാര്യം നിരസിച്ചുകൊണ്ട് ഇരു രാജ്യങ്ങളും രംഗത്തെത്തിയിട്ടുമുണ്ട്. ട്രംപിന്റെ നീക്കത്തെ വിമർശിച്ചും അപലപിച്ചും സൗദി അറേബ്യയും ഹമാസും രംഗത്തെത്തി. അതേസമയം വാർത്താ സമ്മേളനത്തിൽ ട്രംപ് ഒഴിപ്പിക്കൽ സ്വപ്നം പ്രഖ്യാപിക്കുമ്പോൾ തൊട്ടടുത്ത് നിന്ന് ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞത് ചരിത്രപരമെന്നായിരുന്നു. എന്നാൽ അത്ര എളുപ്പമാകില്ല ആ സ്വപ്ന സാഫല്യമെന്ന് 2023 ഒക്ടോബർ 7 ശേഷം നെതന്യാഹുവിനും നന്നായി അറിയാം. കാരണം ഹമാസ് കസ്റ്റഡിയിലുള്ള ഒരൊറ്റ ബന്ദിയെയും സൈനികമായി മോചിപ്പിക്കാൻ നെതന്യാഹുവിന് കഴിഞ്ഞിട്ടില്ല. ഹമാസിനെ നിശേഷം തുടച്ചു നീക്കാനുമായിട്ടില്ല. ഗാസക്കാരെ ആട്ടിയോടിക്കുകയെന്ന ലക്ഷ്യവും പൊളിഞ്ഞ് ആഭ്യന്തരമായി വലിയ പ്രതിസന്ധിയിൽ ഇസ്രായേൽ അകപ്പെട്ടും കഴിഞ്ഞു. ഒടുവിൽ വെടിനിർത്തലിന് വഴങ്ങേണ്ടിയും വന്നു. അതിനാൽ തന്നെ ചരിത്രം വായിച്ചാൽ ട്രംപിനും കിട്ടും ചില പാഠങ്ങൾ. വിയറ്റ്നാമിൽ നിന്നും അഫ്ഗാനിൽ നിന്നും ട്രംപിന് ചില കാര്യങ്ങൾ പഠിക്കാനുമുണ്ട്. എന്തൊക്കെ നടന്നാലും അമേരിക്ക ഒന്നാമതായിരിക്കണമെന്ന പ്രഖ്യാപനവുമായി കണ്ണില്ലാത്ത തീരുമാനങ്ങളുമായി ട്രംപ് മുന്നോട്ട് പോകുമ്പോൾ ഒന്നും അദ്ദേഹത്തിന് അത്ര എളുപ്പമാകില്ല. തന്റെ നീക്കങ്ങൾക്ക് വികസിത രാജ്യങ്ങൾ അതേപോലെ തിരിച്ചടി നൽകുന്നുണ്ട്. അതിലൂടെ പുതിയ നയങ്ങൾ താൻ ഉദ്ദേശിച്ചതുപോലെ നടപ്പാക്കാൻ കഴിയുന്ന ലോക സാഹചര്യമല്ല നിലവിലുള്ളതെന്ന് അദ്ദേഹത്തിന് തന്നെ സ്വയം മനസ്സിലാക്കാം. ഏതായാലും ആഗോള യാഥാർത്ഥ്യങ്ങളെ മറന്നുകൊണ്ടുള്ള അന്താരാഷ്ട്ര നയങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ നിലവിൽ അമേരിക്കയ്ക്ക് അത് സാധിക്കില്ലെന്ന് ഉറപ്പാണ്. അത് ഉൾക്കൊള്ളാൻ ആ രാഷ്ട്രം തയ്യാറാകാത്ത പക്ഷം പ്രത്യാഘാതങ്ങൾ ഊഹിക്കാവുന്നതിനപ്പുറമായിരിക്കും.